ജാതിമത ഭേദമില്ലാതെ വർഗീയതയില്ലാതെ മനുഷ്യർ ജീവിക്കുന്ന കേരളത്തിൽ RSS BJP ഇതുപോലെയുള്ള ആളുകൾ വിഷം തുപ്പാണ് കേരളത്തിൽ. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കേരളീയർ സമ്മതിക്കല. UP-യിലെടുത്താൽ മതി, ഇവിടെ വേണ്ട. 25 വർഷക്കാലം ശ്രീമാൻ തേറമ്പിൽ രാമകൃഷ്ണയുടെ MLA ആയിരുന്നു. എടുത്തു കാണിക്കാവുന്ന ഒരു MLA മാതൃക റോഡ് ഒഴിച്ച് എന്തെങ്കിലും ഒരു വികസനം നിങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം അതും കൂടി ഒരുമിച്ച് പറഞ്ഞാൽ മതി. പ്രിൻറ്റുവിനോടാണ്. ഈ ഗുരുവായൂരിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തനം നടത്തിയ ഏറ്റവും കേരളത്തിൻ്റെ മനസാക്ഷിക്ക് ഇതുപോലെ ചേരാത്ത രൂപത്തിലുള്ള ആ വർഗീയ പരാമർശത്തെക്കുറിച്ച് അങ്ങയുടെ സ്വതന്ത്രമുള്ള അഭിപ്രായം ഒന്ന് കേട്ടാൽ പോയി. ശരി, ആദ്യം സോയ. അല്ല, തേറമ്പിൽ രാമകൃഷ്ണൻ എന്തുകൊണ്ടാണ് 25 കൊല്ലം ഇവിടെ MLA ആയിരുന്നത് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ അതിൽ കൂടുതൽ അതിൽ സംസാരിച്ച് വെക്കേണ്ട കാര്യമുണ്ട്, അതിൽ കൂടുതൽ സംസാരിച്ച് വെക്കേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, തീർച്ചയായും അല്ല, ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ എണ്ണി പറഞ്ഞു വെക്കാൻ കഴിയാത്ത കാര്യങ്ങളല്ല. ഒരുപാട് കാര്യങ്ങൾ തൃശ്ശൂരിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എന്തുകൊണ്ടാണ് 25 കൊല്ലം MLA ആയിരുന്നത് എന്നുള്ളത് MLA ആയിരുന്നുള്ള സത്യം ഞങ്ങൾ അംഗീകരിച്ചല്ലോ. പക്ഷേ നിങ്ങൾ എല്ലാ കാലത്തും വിഡ്ഢികളാവില്ല തൃശ്ശൂരിലെ ജനങ്ങൾ എന്നുള്ള കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾ കാണിച്ചു. മനസ്സിലായോ? നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ. കാരണം ഏതെങ്കിലും ഒരു കാര്യം. ശരി ശരി ശരി. അല്ല, ചോദിച്ചല്ലോ. ഗോപാലകൃഷ്ണൻ നടത്തിയിട്ടുള്ള പ്രസ്താവന, ആ പ്രസ്താവനയിൽ ഞങ്ങൾ ഒരു തെറ്റും കാണുന്നില്ല. കാരണം ഗോപാലകൃഷ്ണൻ പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. ഒരു മതത്തിന്റെ ഒരു കുത്തകയല്ല ഒരു നിയമസഭാ മണ്ഡലങ്ങളും. ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി മാത്രം കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളെ പതിച്ചു കൊടുക്കുന്നത് 2 മുന്നണികളുമാണ്. ആ മുന്നണി സംവിധാനങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുകയാണ് ഗോപാലകൃഷ്ണൻ ചെയ്തത്. അതിനെന്താ നിങ്ങൾ അഡ്രസ് ചെയ്യാത്തത്? അത് മതങ്ങൾ പാർട്ടികൾ പതിച്ചു കൊടുക്കുന്നതാണെങ്കിൽ ജനങ്ങളല്ലേ വോട്ട് ചെയ്യുന്നത്? ജനങ്ങൾ വോട്ട് ചെയ്താലും ഞാൻ ചോദിക്കട്ടെ ഇവിടെ അല്ല, ഗോപാലകൃഷ്ണൻ പറഞ്ഞത് നിങ്ങൾ ഗുരുവായൂർ പോലൊരു സ്ഥലത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആശങ്കയാണ് അദ്ദേഹം പങ്കുവെച്ചത്. അതേസമയത്ത് നിങ്ങൾ നോക്കുക, അല്ല ആശങ്കയുണ്ടല്ലോ. ഞാൻ പറയാം, പല സീറ്റുകളും ഇപ്പൊ ഞാൻ പറയാം, എല്ലാ കാലഘട്ടം ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ മത്സരിപ്പിച്ച പൊന്നാനി സീറ്റ് നിങ്ങൾ നോക്കുക. മലപ്പുറം ജില്ലയിൽ ഹിന്ദു പ്രാതിനിധ്യം കുറവാണ്. പറയട്ടെ, ഹിന്ദു പ്രാതിനിധ്യം കുറവാണ്. പൊന്നാനി സീറ്റിൽ നിങ്ങൾ ആരെയാണ് ഇടതുപക്ഷം നിർത്തുന്നത്, വലതുപക്ഷം നിർത്തുന്നത്? അപ്പോൾ സംഘടിത ന്യൂനപക്ഷത്തിന് വേണ്ടിയിട്ട് ഇവിടെ കീഴടങ്ങുന്നതിനെതിരെയുള്ള ഒരു പ്രതിരോധം മാത്രമാണ് ഗോപാലകൃഷ്ണൻ ഉയർത്തിയത്. ഗോപാലകൃഷ്ണനും RSS BJP ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഹിന്ദുക്കളുടെ കാര്യമാണല്ലോ പറയുന്നത്. 75 കൊല്ലം മുമ്പ് ഞാനടക്കമുള്ള ഹിന്ദു സമുദായത്തിൽ നിന്ന് പറയുന്ന ആളുകൾക്ക് ഗുരുവായൂർ അമ്പലത്തിൽ കയറി തൊഴാൻ അനുവാദം ഉണ്ടായിരുന്നോ? അന്ന് RSS 100 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. അന്ന് RSS ഇല്ല. RSS ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. അന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ബാക്കിയുള്ള പാർട്ടികളാണ്. അവിടുത്തെ മുസ്ലിംസ് ആയിരുന്നോ ഈ ഹിന്ദുക്കളെ തടഞ്ഞ? മുസ്ലിംസ് ആയിരുന്നോ? ഈ വൈക്കം അമ്പലത്തിനടുത്തുള്ള ദളവാക്കുളം, ആ ദളവാക്കുളത്തിൽ 100 കണക്കിന് ഈഴവരെ വെട്ടിക്കൊന്ന് താഴ്ത്തി. എന്തിന്റെ പേരിലാണ്? അമ്പലത്തിൽ കടക്കാൻ ശ്രമിച്ചതിന്റെ പേരിലാണ്. അതൊക്കെ കഴിഞ്ഞ് ജാതിമത ഭേദമില്ലാതെ വർഗീയതയില്ലാതെ മനുഷ്യർ ജീവിക്കുന്ന കേരളത്തിൽ RSS BJP ഇതുപോലെയുള്ള ആളുകൾ വിഷം തുപ്പാണ് കേരളത്തിൽ. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കേരളീയർ സമ്മതിക്കല. UP-യിലെടുത്താൽ മതി, ഇവിടെ വേണ്ട. അതുകൊണ്ട് പറയുന്നു.